VS എന്ന ആ ഒരു രണ്ടക്ഷരത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇതെന്തായാലും അവിടെ പൊതുസമ്മേളനമുണ്ട്. പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? എന്താണ് വിശദാംശങ്ങൾ? ശരി, ഗുഡ് മോർണിംഗ്. അനശ്വരനായ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. VS എന്ന രണ്ടക്ഷരം തന്നെ മതി അദ്ദേഹത്തെ അടയാളപ്പെടുത്തുവാൻ. അത്ര കണ്ട ഈ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച നേതാവ് കൂടിയാണ്. പുന്നപ്ര വയലാർ സമരഭൂമിയിൽ അതിൻ്റെ നേതൃത്വമായി നിന്ന VS എന്ന അനശ്വരനായ കമ്മ്യൂണിസ്റ്റിനെ ഇന്ന് ഓർമ്മ ദിനം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ അനുസ്മരണ ദിനമായിന്ന് അനുസ്മരണ സമ്മേളനത്തിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം ഇവിടെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. വലിയ ചുടുകാട്ടിൽ ഈ ഒരുപാട് ചരിത്രമുറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപമെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. പൊതുസമ്മേളനത്തിൻ്റെ വേദികളെല്ലാം തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. രാവിലെ 8 മണിയോടുകൂടി പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടക്കും. അതിനുശേഷം 9 മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനം, അനുസ്മരണ സമ്മേളനം, അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം വിവിധങ്ങളായിട്ടുള്ള നേതാക്കൾ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 5 മണിക്കാണ് പൊതുസമ്മേളനം നടക്കുക. പൊതുസമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ആ സമ്മേളനത്തിലും പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കും എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള ഈ CBSൻ്റെ ഓർമ്മകൾ എല്ലാവരും അനുസ്മരിക്കും. നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. രാവിലെ മുതൽ കണ്ണൂരിൽ നിന്നും മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നുമായി നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. VSൻ്റെ മരണശേഷവും VSൻ്റെ ശവകുടീരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ദിനം പ്രതി എത്തുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിലുള്ള കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജില്ലകളിൽ നിന്ന് നിരവധിയായിട്ടുള്ള പ്രവർത്തകർ VSൻ്റെ ഓർമ്മകൾ പുതുക്കാൻ, ആ സമര കാലഘട്ടത്തിൻ്റെ അനുസ്മരണം പുതുക്കുവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വീട്ടിൽ VSൻ്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. മകൻ അരുൺകുമാർ, ഭാര്യ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ആ ഒരുക്കങ്ങളെല്ലാം തന്നെ അർദ്ധകായ പ്രതിമ VSൻ്റെ വീട്ടിൽ സ്ഥാപിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകളുടെ പ്രതികരണത്തിലേക്കെല്ലാം പോകാം. ചേട്ടാ, എവിടെ നിന്നാണ്? ഞങ്ങൾ കാസർഗോഡ് ജില്ല കയ്യൂരുന്നു. എപ്പോഴത്തേനാണ് ഇവിടെ എത്തിയത്? ഞങ്ങൾ ഇന്ന് പുലച്ചക്ക് 4 മണിക്ക് എത്തി. VSൻ്റെ ഓർമ്മകൾ എങ്ങനെയാണ്? VSൻ്റെ ഒരു സങ്കടം പിടിച്ചൊരു ഓർമ്മ തന്നെയാണ്. അദ്ദേഹമില്ലാതെ നഷ്ടം ഞങ്ങളുടെ മനസ്സിൽ നിന്നും വിട്ടുമാറാതൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. എവിടെ നിന്നാണ് കേട്ടത്? കാസർഗോഡില്ല, കയ്യൂരുന്നായിരുന്നു. എങ്ങനെയായിരുന്നു VSൻ്റെ ആ ഒരു സമരകാലം? നമ്മുടെ പാർട്ടിക്ക് തീരാ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് വന്നത്. ഇന്ന് 3 മണിക്കാകുമ്പോൾ ഇവിടെ എത്തിയതാണ്. നേരത്തെ പൊതുസമ്മേളനം കഴിഞ്ഞിട്ടാണ് പോകത്തുള്ളൂ? അല്ല, അതിന് കുറച്ച് മുമ്പേ പോകും. അതാണ് നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്.